പിതാക്കൾ വിളിക്കാറുണ്ടോ? അവർക്ക് സന്തോഷം ആണോ? എന്താ ചേട്ടാ പ്രശ്നം? അത് ചോദിക്കാൻ നമ്മളാരാ? നിങ്ങൾ നോമ്പ് എടുത്താൽ സന്തോഷം മറന്നു. അതൊക്കെ എന്റെ കുറ്റാ. ആരുടെ കുറ്റായാലും ആകെ നാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശരീരത്തിന് നല്ലതാണോ? നിസ്കാരം ഉണ്ടോ? അത് തന്നെ ഇത്രയും പറഞ്ഞത്. തലമറക്കാതെ നിസ്കരിക്കാതെ നോമ്പ് എടുക്കാറുണ്ടോ? ഭയങ്കര തരികിട എന്ന് പറഞ്ഞാൽ തിത്തരികിട. നിങ്ങളൊക്കെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാനാണ് നോമ്പ് എടുക്കുന്നത് എന്നാണ് മനസ്സിലായത്. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. പടച്ചോനല്ലാതെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നോമ്പെടുക്കുന്ന ആൾക്കാരായിരിക്കാം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. ഞങ്ങൾ അങ്ങനെയല്ല. നേരോ? തലമറക്കുന്നതിനെ പറ്റിയിട്ട് കുറെ ആൾക്കാർ കൊണ്ടുവന്ന് തലമറക്കും, ഇങ്ങനെ ഇടും. മനസ്സിലായി, ഒക്കെ മനസ്സിലായി. ഇത്തരം ഭാഗം വെളിയിലായിരിക്കും. പിന്നെ പറയും ഇവിടെ ഒട്ടകത്തിന്റെ മറ്റേ ഇത് ഹമ്പ് മാതിരി കെട്ടരുത്, അതും കെട്ടും. ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും നമ്മൾ ദാരിദ്ര്യം കാണിക്കരുത്. എന്നിട്ട് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞുതരാം. അടുത്ത പണി ഇടുന്ന പെൺകുട്ടികളൊക്കെ അധിക ആൾക്കാരും മുടി ഇത്ര ഭാഗം കാണിച്ച് ഭീമ നീ ഒന്ന് സമാധാനപ്പെടുക. ആർക്കോ ഓൽക്ക് ഇടാനും കൂടി താല്പര്യം ഉണ്ടാവില്ല. രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറയും പോലെ എന്തോ കാണിച്ച് തട്ടിടും. നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. യു ക്യാരി ഓൺ. മുടി കാണുകയും ചെയ്യും. ഉള്ളതും പോയി.